വിശുദ്ധ ഖുർആൻ പറഞ്ഞു വലാ തബർറജ്ന തബർറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. ഇസ്ലാമിന്റെ മുമ്പ് നിങ്ങൾ അങ്ങനെ യഥേഷ്ടം റോഡിലൂടെ വലസിയിരുന്ന പെണ്ണുങ്ങളെ ആ പണിയൊക്കെ നിർത്തണം എന്ന് പരിശുദ്ധ ഖുർആൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. വലാ തബർറജ്ന തബർറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. നിങ്ങൾക്കതിന്റെ എക്സ്ട്രീം സീക്രസിയും പ്രൈവസിയും കീപ്പ് ചെയ്ത് പറ്റൂ, നിങ്ങൾ ചെയ്തോ. എന്നല്ല അന്യ ആളുകൾ നോക്കുന്ന രീതിയിൽ അന്യ ആളുകളുടെ ഇടയിലൂടെ ഒരു അത്യാവശ്യത്തിൽ ഡോക്ടറെ അടുത്തേക്ക് പോവാൻ കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് നിങ്ങൾ പോവാൻ, അതല്ല വിഷയം. ആളുകളുടെ ഇടയിലൂടെ യഥേഷ്ടം ആളുകൾ നിന്നെ നോക്കുന്നത്, നിന്നെ കാണാൻ ഇടവരുന്നത്, ആ ആണുങ്ങൾക്ക് കിട്ടുന്ന കുറ്റം, അതിന് നീ വരുത്തി വെച്ചിട്ടുള്ള അവസരം, ഇതിനൊക്കെ നീയും കുറ്റക്കാരിയാണ്. ഇതാണ് ശറഅ് പറയാനുള്ള കാരണം. ഇതുകൊണ്ടാണ് നമ്മുടെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ നമ്മുടെ ഇമാമിയങ്ങൾ, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഇമാമിയങ്ങൾ പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകുന്നതിൽ പോലും ഈ കാർക്കശ്യം സ്വീകരിക്കാൻ കാരണം ഇതാണ്. മേലെ തല പോയാൽ അള്ളാഹുവിന്റെ കുറച്ച് കൂലി ഏറെ കിട്ടുള്ളൂ, വേറെ ഒരു നഷ്ടവും ഈ അഭിപ്രായം സ്വീകരിച്ചത് കൊണ്ട് വരാൻ പോണില്ല. എന്താ അതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ? എന്താണ് ഹദീസ്? ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്. അള്ളാഹുവിന്റെ അടിയാത്തികൾ പള്ളിയിലേക്ക് പോകട്ടെ എന്ന് ചോദിച്ചാൽ തടയരുത്. അതിനർത്ഥം എന്താ? ഈ ചോദിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവും, എനിക്ക് പോയേ പറ്റൂ എന്ന് പറയും. അങ്ങനത്തെ പെണ്ണുങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ തടയണ്ട. നിങ്ങൾ പറഞ്ഞോളിന്നാണോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ അവർ ജീവിച്ചത് അവിടുത്തെ പള്ളിയുടെ തൊട്ടരികത്താണ്. മക്കയിലാണെങ്കിലോ മദീനയിലാണെങ്കിലോ. നമ്മുടെ ഉലമാഇന്റെ ചലഞ്ച്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഭാര്യ പോലും ഒരു ജുമുഅ ജമാഅത്തിന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ സംബന്ധിച്ചിട്ടില്ല എന്നത് ചലഞ്ചാണ്, തെളിയിക്കാൻ പറ്റൂല. ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ടല്ലോ, അഭിപ്രായം പറഞ്ഞു. എങ്ങനെ? അവരുടെ വീടിന്റെ മതിൽ പള്ളിയാണ്, അവർക്കറിയാം അവിടെ നടക്കുന്ന വിഷയങ്ങൾ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖുതുബ ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വന്നേക്കാം, പള്ളി പോയതിന് തെളിവല്ല. അങ്ങനെ ഒരു തെളിവും അവിടുത്തെ ഒരു ഭാര്യയും പോലും ഒരു ജുമുഅ ജമാഅത്തിനും സംബന്ധിച്ചിട്ടില്ല. വേറെ പെണ്ണുങ്ങൾ പോയിട്ടുണ്ട് ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആതിക ബീവിയെ കല്യാണം കഴിച്ചവരല്ലേ. ആതിക ബീവി റളിയല്ലാഹു അൻഹ അവർക്ക് പള്ളിയിൽ പോവാൻ താല്പര്യമായിരുന്നു. എനിക്ക് പോണെന്ന് പറഞ്ഞു, തടയാൻ പാടില്ല എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലേ? തടഞ്ഞില്ല ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. പക്ഷേ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്താ സ്വഹാബത്തിന്റെ ഒക്കെ നിലപാട്? നമ്മളൊരു ഹദീസ് കഴിഞ്ഞ പരസ്യം പറയാ, നമ്മളങ്ങ് അഭിപ്രായം ഫത്വയും കൊടുക്കുക. സ്വഹാബത്ത് എന്തത് മനസ്സിലാക്കി? അവർ പോയതോ സുബ്ഹിക്കും ഇശാഇനും ലാ യുഅറഫന മിനൽ ഗലസി, രാത്രിയുടെ ഇരുട്ടുകൊണ്ട് ഇതാണോ പെണ്ണാന്ന് പോലും തിരിയില്ല, സുരക്ഷിതത്വമുള്ള നാടാണ്. അങ്ങനെ അവർ പോയി ളുഹറിനും അസറിനും പള്ളിക്ക് ജുമാക്ക് പോയി എന്നല്ല ഇതിന്റെ അർത്ഥം. ലാ യുഅറഫന മിനൽ ഗലസ്, ഇതൊന്നും പറഞ്ഞു കൊടുക്കൂല ആൾക്കാർക്ക്. അങ്ങനെ ഒരു പെണ്ണുങ്ങളുടെ യൂണിയൻ ഉണ്ടാക്കണമെങ്കിൽ വേറെന്തെങ്കിലും പറഞ്ഞേക്ക്, ഇസ്ലാമിന്റെ പേര് ഉപയോഗിക്കല്ല. ഉമർ റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു? ആതിക ബീവി റളിയല്ലാഹു തആല അൻഹ ഇശാ നിസ്കരിച്ച് വരുമ്പോ ഒരു കുറ്റിക്കാടിന്റെ ഉള്ളിൽ മറഞ്ഞിരുന്നു. ആതിക ബീവി ഞാൻ നടന്നു പോവാൻ, ഉമർ തങ്ങൾ ബാക്കിൽ നിന്ന് ഒരൊറ്റ തോണ്ടൽ ആതിക ബീവിന്റെ ബാക്കിൽ. യാ അല്ലാഹ് ഫസദ സമൻ എന്ന് ആതിക ബീവി ഒരൊറ്റ ഓട്ടം. ഉമർ തങ്ങൾ ഷോർട്ട് കട്ടിന് പോയി പരിയിലെത്തിയിട്ടുണ്ട്. ബേജാറായിട്ട് വന്നിട്ട് പറയാ, ഉമറേ നാട് നാശമായിട്ടുണ്ട്, ഉമറേ ആളുകൾ തോണ്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ആരാ തോണ്ടിയത്? സ്വന്തം ഭർത്താവാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്തിനായി പടി ചെയ്തത്? സ്വഹാബത്ത് മനസ്സിലാക്കിയ അർത്ഥം അതാണ്. ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട വിഷയമല്ല. അവർക്ക് ഹദീസ് ഇല്ലാത്തത് കൊണ്ടാണോ? ഇത് പ്രോത്സാഹിപ്പിക്കേണ്ട. നമ്മുടെ നാട്ടിലൊക്കെ എന്താ നടക്കും? പെണ്ണുങ്ങൾക്കത് ഇഷ്ടമായിരിക്കും, നമുക്ക് നമ്മുടെ ശരീരത്തിന് ഇഷ്ടമായിരിക്കും. പക്ഷെ അതാണോ നമ്മൾ ചെയ്യേണ്ടത്? അള്ളാന്റെ ഇഷ്ടമല്ലേ? അതല്ലേ ഇസ്ലാം? അതുകൊണ്ടാണ് ഇസ്ലാം നമ്മുടെ ഉലമാ ഇത്രയും കർക്കശമായ നിലപാടെടുക്കാൻ കാരണം. എന്നല്ല പള്ളി വന്ന നെരസായത് കൊണ്ടല്ല, അവർക്കത് പുണ്യമല്ല. പള്ളി വന്നിട്ട് കൂലി കിട്ടോ? ഇല്ല. വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന. അതിന്റെ തൊട്ടപ്പുറത്ത് ആദ്യം അത് മുഴുവൻ ഓതി കൊടുത്ത ആൾക്കാർക്ക് എത്ര ക്ലിയർ ആവും? ഇങ്ങനെ പള്ളിയിലേക്ക് വരിൻ എന്ന് ഈ യൂണിയന്റെ ആൾക്കാരെ വിളിച്ചു പറയുമ്പോ ആ ഹദീസിന്റെ നേർ ബാക്കി എന്താണ്? വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന. അവരുടെ പൊരയിൽ അവർ നിസ്കരിക്കലാണ് കേട്ടോ അവർക്ക് ഏറ്റവും ഖൈറ്. എന്തിനായി കൊണ്ടുപോകും? അവരുടെ കൂലി നഷ്ടപ്പെടുത്താനോ? അവർക്ക് കൂലി കിട്ടുന്നത് പൊരയിലാന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാ, നീ പറയാ പള്ളിയിലാണെന്ന്. ഏത് സ്വീകരിക്കണം? അപ്പോ ഇതുപോലെയുള്ള ആയത്തുകളുടെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ ഹദീസുകളെ മനസ്സിലാക്കേണ്ടത്. വൃദ്ധയായ പെണ്ണിന് പോലും പുറത്തിറങ്ങാനുള്ള ഇസ്ലാമിന്റെ നിയമം, അവൾ മേൽവസ്ത്രം മുഴുവനും ശരീരത്തിലെ വസ്ത്രങ്ങൾക്ക് മേൽ ധരിക്കുന്ന വസ്ത്രം പോലും ധരിച്ചിട്ടേ ഗൈറ മുതബജ്ജിജാത്തിൻ ബിസീന.
ഇത് പള്ളിയിലേക്കുള്ള പോക്കിന് ബാധകമാണ്, സ്വലാത്ത് നഗറിലേക്ക് പോകുന്ന നടത്തത്തിന് ബാധകമാണ്, ഉറൂസിലേക്ക് പോകുന്നതിന് ബാധകമാണ്, സിയാറത്തിന് പോകുന്നതിന് ബാധകമാണ്, ഷോപ്പിങ്ങിന് പോകുന്നതിന് ബാധകമാണ്, കല്യാണത്തിനും സൽക്കാരത്തിനും പോകുമ്പോഴും അള്ളാഹുവിന്റെ നിയമം ഇത് തന്നെയാണ്. ശരിക്കും മറപാലിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. നിയമം എല്ലായിടത്തും ഒരുപോലെയാണ്. നമ്മൾ ആരും അതിൽ ന്യായീകരിക്കരുത്. ദീനിന്റെ നിയമം തന്നെയാണ്. നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ ഇത് വേറെ വിഷയം. അത് നാമും അള്ളാഹു തമ്മിലുള്ള ഹിസാബിന്റെ വിഷയമാണ്. പക്ഷെ ദീൻ തിരുത്താൻ പാടില്ല. നിയമം എല്ലാറ്റിനും ഒരുപോലെയാണ്. അങ്ങേ അറ്റത്തെ അച്ചടക്കത്തോടുകൂടെ പെണ്ണുങ്ങൾ നടക്കാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ ശരീഅത്തിലാണ് നമ്മൾ യഥേഷ്ടം പെണ്ണുങ്ങൾ അങ്ങാടിയിലേക്ക് ഇറക്കിയത്. ജുമുഅ ജമാഅത്തിൽ എന്ന് പറഞ്ഞു കൊണ്ടു നടന്നത്. അതിനൊരുപാട് ആളുകൾ സിന്ദാബാദ് വിളിച്ചു. അല്ലേ, എന്താ ഇപ്പൊ ഉണ്ടായത്? പെണ്ണിന്റെ ലജ്ജ നഷ്ടപ്പെട്ടില്ലേ? ഞാൻ നിഷ്പക്ഷമായി ഇതിനെ വീക്ഷിക്കുകയാണ്. ഒരു പർദ്ദയും മഫ്തയും ധരിച്ചാൽ ആണുങ്ങളെ പോലെ കൈയും കീശി നടക്കുന്ന പെണ്ണുങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായത് എവിടെ മുതലാണ് ഇതുണ്ടായത്? ഒരു പെണ്ണിന്റെ ലജ്ജയോ ഒരു നാണത്വമോ ഇല്ലാതെ നെഞ്ചു വിരിച്ച് നടക്കുക. ഒരു പർദ്ദയും മഫ്തയും ധരിച്ചാൽ മതി, ജമാഅത്തിന് പോവുക, ജുമാക്ക് പോവുക എന്ന് പറഞ്ഞ് നടന്ന ഈ നടത്തത്തിലൂടെ പെണ്ണുങ്ങളുടെ മിനിമം മോഡസ്റ്റി, അവരുടെ ലജ്ജ നഷ്ടപ്പെട്ടു പോയില്ലേ? ഒരു പെണ്ണിന് ലജ്ജയില്ലെങ്കിൽ ആണും പെണ്ണെന്താ വ്യത്യാസം? പെണ്ണിന്റെ ഏറ്റവും വലിയ അലങ്കാരം അവരുടെ ആഭരണം ലജ്ജയല്ലേ? ഒരു മഫ്തങ്ങ് കുത്തിയാ പിന്നെ അങ്ങാടിയിലൂടെ ആരോടും ചിരിച്ചും വർത്തമാനം പറഞ്ഞും സ്റ്റേജുകളിൽ പ്രസംഗിക്കാനും പെണ്ണിന് പറ്റുമെന്ന് എവിടെന്ന് വന്നോ? ആര് പഠിപ്പിച്ചു ഇത്? എവിടെന്ന് കിട്ടി ഈ നിയമം? ഇതിന്റെ ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. ഇസ്ലാമിന്റെ പേരിൽ ചെയ്യല്ല. എന്തെങ്കിലും പറഞ്ഞോ? അള്ളാഹുവിന്റെ ദീൻ മുസ്ലിമത്തുകളായ പെണ്ണുങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇത്രേ ഇവിടെ പ്രശ്നമുള്ളൂ. തടയണ്ട എന്ന് പറഞ്ഞാൽ നിയമം തടയണ്ട എന്ന് തന്നെ. പക്ഷേ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ ലൗ റഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അഹദസത്തിൻ നിസാ, ഇന്ന് പെണ്ണുങ്ങൾ ചെയ്തു കൂട്ടുന്നത് എന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ ലമനഅഹുന്നൽ മസാജിദ, പള്ളിയിലേക്ക് നിങ്ങൾ വരരുതെന്ന് എന്റെ ഹബീബ് അവരോട് പറയുമായിരുന്നുവെന്ന് ഉമ്മുന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ എന്ന് 1-ാം നൂറ്റാണ്ടിലെ ചർച്ചയാണത്. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ ഉടനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നതിന് മുമ്പ് അന്നത്തെ പെണ്ണുങ്ങൾ ചെയ്തു കൂട്ടുന്നത് അല്ലാഹുവിന്റെ റസൂൽ കണ്ടാൽ നിങ്ങൾ പള്ളിക്ക് വരണ്ട എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുമായിരുന്നു. സ്വഹീഹായ ഹദീസല്ലേ? ഇതൊന്നും നോക്കൂല. ഒരു കാര്യങ്ങൾ പറഞ്ഞ് മെമ്പർഷിപ്പ് കൂട്ടാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ, പെണ്ണുങ്ങളെ പുറത്തേക്ക് ഇറക്കല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കല്ല. ദീനിന്റെ പേരിൽ അതിന് ഒരു ന്യായവും നിങ്ങൾക്കില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ നിയമം ഇതാണ്. സ്വഹാബത്ത് എന്താണ് ഈ ഹദീസ് എന്ന് മനസ്സിലാക്കിയതെന്ന് ചിന്തിക്ക്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സ്വഹാബത്ത് എന്ത് ചെയ്തു? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ ആ ഹദീസ് അറിഞ്ഞിട്ടില്ലേ? അവര് പോയോ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക്? ഒരു ഹദീസ് കൊണ്ട് പോലും അവിടുത്തെ ഒരു ഭാര്യ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരിൽ ഒരാളെങ്കിലും ജുമുഅ ജമാഅത്തിൽ സംബന്ധിച്ചതായിട്ട് തെളിവില്ല. പെണ്ണുങ്ങൾ പോയിട്ടുണ്ട്, ചില പെണ്ണുങ്ങൾ പോകാറുണ്ടായിരുന്നു. അങ്ങനെ കാണാം. ആര് പോയില്ല? ഹബീബിന്റെ ദീൻ പഠിച്ച അവിടുത്തെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഒരാൾ പോലും പോയതിന് തെളിവില്ല. ഇറ്റ്സ് എ ചലഞ്ച്. അപ്പോ ഒച്ചപ്പാടുകളൊക്കെ വെറുതെ ചെയ്യല്ല. ദീനാണ്. നമുക്കിഷ്ടപ്പെട്ടത് പറയല്ല, അള്ളാഹുവിന്റെ ഇഷ്ടം പറയും. നീ എന്ത് ചെയ്തോ? നീയും അള്ളാഹും തമ്മിലുള്ള വിഷയമാണ്. പക്ഷെ ദീനിന്റെ ഒരു നിയമം തെറ്റിദ്ധരിപ്പിച്ചാൽ ഒരു സമൂഹത്തിന്റെ സർവമാന നന്മകളുമാണ് നശിപ്പിക്കുന്നത്. ആ പെണ്ണുങ്ങൾക്ക് പറയുന്നു കിട്ടുന്ന 27 ജമാഅത്തിന്റെ കൂലി പള്ളിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് നഷ്ടപ്പെടുത്തിയില്ലേ? ഇങ്ങനെ പെണ്ണുങ്ങൾ മുഖം മറക്കാതെ നടന്ന് ആണുങ്ങളോടോ അല്ലാത്തവരോടോ കാണാനും മിങ്കിളാവാനുമുള്ള അവസരമുണ്ടാക്കി തീർത്ത ആ ഓരോ കാഴ്ചകൾക്ക് കുല്ലു നദറത്തിൻ സഹ്മും മിൻ സിഹാമി ഇബ്ലീസ്, ഓരോ അന്യ പെണ്ണിനെ നോക്കുന്ന നോട്ടവും പിശാചിന്റെ വിഷത്തിൽ മുക്കിയ അമ്പാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്. അതിന് അവസരമുണ്ടാക്കിയതിന് അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയണ്ടേ? അതുകൊണ്ട് പെണ്ണുങ്ങൾ, സഹോദരിമാർ മനസ്സിലാക്കണം, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ ഉഖ്റവിയായ നന്മയ്ക്ക് വേണ്ടിയാണ് അള്ളാഹുവിന്റെ ഈ നിയമങ്ങൾ. നമ്മൾ മനസ്സിലാക്കുക. ഇതുകൊണ്ടുണ്ടാകുന്ന നാശം നമ്മൾ സഹിച്ചേ പറ്റൂ. ഇത് പെണ്ണുങ്ങൾ പള്ളിക്ക് പോകുമ്പോൾ മാത്രമല്ല, എപ്പോ പുറത്തിറങ്ങുമ്പോഴുമുള്ള നിയമം ഇതാണ്. ഉറൂസ് നടക്കുകയെന്ന് പറഞ്ഞ് പറയാൻ പറ്റില്ല. ഈ നിയമം, ഈ അച്ചടക്കം നിങ്ങൾക്ക് പാലിക്കാൻ പറ്റുമോ? നിങ്ങൾ പൊയ്ക്കോ. ഈ അച്ചടക്കത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്തോ. എന്നല്ലാതെ അള്ളാഹുവിന്റെ ദീൻ, അവന്റെ നിയമം ലാ മുബദ്ദില ലികലിമാതിഹി, നിയമം ഇനി മാറ്റാൻ പറ്റില്ല, നിയമത്തിന് ഇനി മാറ്റമില്ല.